ആശ്വാസത്തിനുറവിടമാകും സ്നേഹനാഥൻ. മാനവർക്കു നിത്യജീവനേകും എന്നുമെന്നും. വഴിയറിയാതെ അലഞ്ഞിടുമ്പോ വഴി തെളിച്ചെന്നെ നയിച്ചിടുന്ന സ്നേഹസ്വരൂപ നല്ലിടയാ, അവിടുത്തെ നാമം വാഴ്ത്തിടുന്നു. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന പ്രസ്താവനയോടു കൂടിയാണ് വേദപുസ്തകം ആരംഭിക്കുന്നത്. ഈ ലോകത്തിലുള്ള സകലത്തിൻ്റെയും ഉത്ഭവം എങ്ങനെയായിരുന്നു എന്ന ഉൽപ്പത്തി പുസ്തകം സൂചിപ്പിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം, മനുഷ്യൻ്റെ ഉത്ഭവം, പാപത്തിൻ്റെ തുടക്കം, രക്ഷാചരിത്രത്തിൻ്റെ ആരംഭം, മനുഷ്യ കുടുംബത്തിൻ്റെ ആരംഭം, തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയുടെ തുടക്കം തുടങ്ങി പലതിൻ്റെയും ആരംഭത്തെക്കുറിച്ച് ഉൽപ്പത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം എങ്ങനെയെന്ന് മനസ്സിലാക്കുവാൻ മനുഷ്യൻ ഇന്ന് കണികാ പരീക്ഷണം നടത്തുന്നു. എന്നാൽ വേദപുസ്തകം പറയുന്നു ദൈവമാണ് സകലതും സൃഷ്ടിച്ചത് എന്ന്. ലോകം സ്വയമായി ഭൂവായതല്ല. ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു. ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്നും പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ സമസ്ത പ്രപഞ്ചത്തെയും ഈ ബ്രഹ്മാണ്ഡ കടാഹം മുഴുവനും സൃഷ്ടിച്ചത് ദൈവമാണ് എന്ന അർത്ഥം. പ്രപഞ്ചവും പ്രകൃതിയും ദൈവമല്ല, എന്നാൽ പ്രകൃതി ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് വർണ്ണിക്കുന്നത്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. സങ്കീർത്തനം 19:1. ഈ പ്രപഞ്ചവും പ്രകൃതിയും ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവും നമ്മളുടെ ദൈവത്തിൻ്റെ സ്നേഹവുമാണ് വെളിപ്പെടുത്തുന്നത്. ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒന്നാണ് പ്രപഞ്ചത്തിൻ്റെ ഭാഗമായ ഈ ചെറിയ ഭൂമി. മനുഷ്യനോടുള്ള ദൈവസ്നേഹത്തിൻ്റെ ഫലമായി സകല അധികാരവും നൽകിയാണ് മനുഷ്യനെ ഭൂമി ഏൽപ്പിച്ചത്. നൽകിയ അധികാരം തോട്ടം കാക്കണം, തോട്ടത്തിൽ വേല ചെയ്യണം. ഉൽപ്പത്തി 2:15. സങ്കീർത്തനം 8:6 പറയുന്നത് നിന്റെ കൈകളുടെ പ്രവൃത്തിക്ക് നീ മനുഷ്യനെ അധിപതിയാക്കി സകലത്തെയും മനുഷ്യൻ്റെ കൽക്കീഴാക്കിയിരിക്കുന്നു. കാക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവമാണ്. യഹോവ കാക്കുന്നു, യഹോവ പരിപാലിക്കുന്നു. സങ്കീർത്തനം 121. ഭൂമിയെ പരിപാലിക്കുന്ന ദൈവം ആ ജോലി മനുഷ്യനെ തുടർന്ന് ഏൽപ്പിച്ചു. ദൈവത്തിൻ്റെ അധികാരവും തേജസ്സും മനുഷ്യന് നൽകിയാണ് ഈ പരിപാലന ശുശ്രൂഷ ഏൽപ്പിച്ചത്. സങ്കീർത്തനം 8:5-6 വാക്യങ്ങൾ. എന്നാൽ കാലക്രമേണ മനുഷ്യൻ തൻ്റെ കാര്യവിചാരകത്വം മറന്നു. മനുഷ്യൻ ദൈവ ഉദ്ദേശത്തിൽ പിന്മാറി. ഭൂമിയെ പരിപാലിക്കേണ്ടുന്നതിന് പകരം ഭൂമിയെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. ദൈവം മനോഹരമായി സൃഷ്ടിച്ച ഈ ഭൂമിയെ മനുഷ്യൻ മലിനമാക്കുകയും വികൃതമാക്കുകയും ചെയ്തു. മനുഷ്യൻ തൻ്റെ അത്യാഗ്രഹത്തെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിധത്തിൽ പ്രകൃതിയെ കൈകാര്യം ചെയ്യുകയും തൽഫലമായി തിന്മകൾ ഭൂമിയിൽ ഉടലെടുക്കുകയും ചെയ്തു. മനുഷ്യൻ ഇന്ന് ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കത്തക്ക വിധത്തിൽ പ്രവർത്തിക്കുന്നു. മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള 70,000-ത്തിലധികം രാസവസ്തുക്കളിൽ കൂടി നദികളും വായുവും വനങ്ങളും വീടുകളും എല്ലാം വിഷമയമായി തീർന്നിരിക്കുന്നു. അന്തരീക്ഷത്തിൽ കുന്നുകൂടുന്ന കാർബൺ ഡയോക്സൈഡ് ഭൂമിയുടെ താപനില വർദ്ധിപ്പിക്കുന്നു. ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്ലോറോ കെമിക്കൽസ് ഭൂമിയുടെ സംരക്ഷണ കവചമായ ഓസോൺ പാളികളിൽ വിള്ളലുകൾ ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ ഫലമായി മാരകമായ അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിൽ പതിച്ച് മനുഷ്യനിൽ ത്വക്ക് രോഗങ്ങളും ത്വക്കിലെ ക്യാൻസറും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയെ പരിപാലിക്കുവാനുള്ള അധികാരം മനുഷ്യൻ ദുർവിനിയോഗം ചെയ്തതോടുകൂടി അവൻ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്തു. മനുഷ്യൻ സ്വയം നശിക്കുന്നു എന്നത് അവൻ മറന്നു പോകുന്നു. ഇവിടെ നാം ഓരോരുത്തരും നമ്മുടെ ഏദൻ തോട്ടം തിരിച്ചറിയണം. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആദ്യത്തെ ഏദൻ തോട്ടം നമ്മുടെ കുടുംബമാണ്. കുടുംബത്തിൻ്റെ കാര്യവിചാരകത്വമാണ് നമ്മളുടെ ആദ്യ ഉത്തരവാദിത്വം. രണ്ടാമത് കുടുംബങ്ങളുടെ കുടുംബമാണ്, അതായത് ഒരു വലിയ കുടുംബം, അതാണ് സഭ. കുടുംബത്തിലും സഭയിലും പരസ്പര ആശ്രയമില്ലാതെ ജീവിക്കുവാൻ നമുക്ക് കഴിയില്ല. ക്രിസ്തുവിൽ ഒരുമിച്ച് വളരേണ്ടത് സഭയിലൂടെയാണ്. മനുഷ്യൻ പരസ്പരാശ്രയത്തിൽ ജീവിക്കേണ്ടുന്നവരാണ്. മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ.
മനുഷ്യൻ ഒരു സാമൂഹിക ജീവി ആകുന്നു എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപ് പോലെ ഒറ്റപ്പെട്ട ജീവിതം നയിപ്പാൻ മനുഷ്യന് കഴിയുകയില്ല. ഇന്നത്തെ അണുകുടുംബ വ്യവസ്ഥിതിയും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ മനുഷ്യൻ്റെ വളർച്ചയും മനുഷ്യൻ്റെ സാമൂഹിക ബന്ധങ്ങളെ കുറയ്ക്കുന്നു എങ്കിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലും സർവ്വസൃഷ്ടിയുമായിട്ടുള്ള ബന്ധത്തിലും വളരുവാനാണ്. ഏതെൻ്റെ പരിമിതി കുടുംബത്തിലും സഭയിലും ഒതുങ്ങി നിൽക്കാതെ വളർന്ന് വികസിക്കേണ്ടതാണ്. ആ വിധത്തിൽ വികസിച്ചുണ്ടാകുന്നതാണ് സമൂഹം. നാം സമൂഹത്തിൻ്റെയും കാര്യവിചാരകന്മാരാണ്. പിന്നെയും ഏദൻ തോട്ടത്തിൻ്റെ അതിർ വലുതാകണം. അത് ഈ പരിസ്ഥിതി മുഴുവനുമാണ്. അങ്ങനെ ദൈവസൃഷ്ടിയുടെ കാര്യവിചാരകത്വത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദൈവം മനുഷ്യന് നൽകി. പരസ്പര ആശ്രയത്തിൽ കൂടിയല്ലാതെ ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമുക്ക് കഴിയില്ല. വിതയ്ക്കുന്നതിൻ്റെ നമുക്ക് നോക്കാം. വിതയ്ക്കുന്ന വിത്ത് പല സ്ഥലത്താണ് വീഴുന്നത്. നല്ല നിലത്ത് വീഴുന്നതാ 30, 60, 100 മേനി വിള കായ്ക്കുന്നത്. വിള വീണ നിലങ്ങൾ വ്യത്യസ്തമായ മനോഭാവങ്ങളെയും ഹൃദയവിചാരങ്ങളെയും ആണ് കാണിക്കുന്നത്. എന്നാൽ പരസ്പര ആശ്രയത്തിൽ വളരുന്ന മനുഷ്യ സ്വഭാവമാണ് നല്ല നിലം പ്രകടമാക്കുന്നത്. അപ്പോഴാണ് വളരെ ഫലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. കർത്താവെ, പരസ്പര ആശ്രയത്തിൽ കൂടി വളരെ ഫലം കായ്പാൻ എന്നെ ഒരുക്കണമേ. ആമേൻ. പാപം നീക്കിടാനാ കാൽവരി തൻ വാടിയിൽ ജീവിതം ക്രൂശിലായി ബലിയണച്ചവനേ, ലോകപാപം നീക്കിടാനാ കാൽവരി തൻ വാടിയിൽ ജീവിതം ക്രൂശിലായി ബലിയണ